സ്നാക്കായിട്ടും സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് 2 സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവിന് പകരം നമുക്ക് മൈദ ആയാലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സാക്കാം. കൈകൊണ്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത്, വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്ക് എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാവുന്ന പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് കുഴയ്ക്കാൻ. ഈ പാകത്തിന് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്കൊരു സ്പൂൺ ഈ ഓയിലിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന സവാളയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് എടുത്ത് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ഇത്തരത്തിലുള്ള ഈസി റെസിപ്പികൾ നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ 2 സൈഡും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. ഫ്രൈ ചെയ്തത് മാറ്റിയതിന് ശേഷം നമുക്ക് വേറൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പകുതി സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും കൂടി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കണം. ഇനി 1 ടീസ്പൂൺ സോയാ സോസും, 1 ടീസ്പൂൺ വിനാഗിരി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കാം. സോസുകളെല്ലാം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിക്കായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ സോസൊക്കെ ഇപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കണം. അപ്പോൾ സോസൊക്കെ എല്ലാ ഭാഗത്തുമായിട്ട് ഇത് നല്ല ടേസ്റ്റായിട്ട് വരും. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ സവാളയും കടലമാവും ചേർത്തുള്ള ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.